അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ പേടിച്ചലറുകയാണ്. ഈ സമയത്ത് അറിയാതെ ടോം സോണിക്കിനെ ഷൂട്ട് ചെയ്യാണ്. സോണിക്ക് അപ്പോഴേക്കും ടോമിൻ്റെ ബനിയാനുള്ള പേര് വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ കയ്യിലുള്ള റിങ് നിലത്ത് വീണ് ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. അവൻ്റെ മറ്റേ കയ്യിലുള്ള റിങ്ങിൻ്റെ പൊതി സാൻ ഫ്രാൻസിസ്കോക്ക് വീഴും ചെയ്യണു. അങ്ങനെ സോണിക്ക് ഇപ്പോൾ മയങ്ങിയിരിക്കുകയാണ്. അപ്പൂപ്പൻ പറഞ്ഞ ബ്ലൂ ഡെവിൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ടോം. ഈ സമയത്ത് സോണിക്ക് എണീക്കുകയാണ്. അങ്ങനെ സോണിക്ക് എണീച്ചുടനെ തന്നെ അവനെ ഡോണറ്റ് ലോഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ടോം പറയുകയാണ്, നീ എന്നെ എന്താണ് വിളിച്ചതെന്ന്. സോണിക്ക് ഇതിന് മറുപടി പറയുകയാണ്, നിങ്ങൾ ഡോണറ്റുമായിട്ട് സംസാരിക്കണൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിട്ട പേരാണ് ഡോണറ്റ് ലോഡ് എന്ന്. പുറത്ത് ടോം വലിയൊരു വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് സോണിക്കിൻ്റെ അടുത്ത് ടോം ചോദിക്കുകയാണ്, അത് നിൻ്റെ ഏലിയൻ ഷിപ്പൊക്കെ ആണോ എന്ന്. അതിന് സോണിക്ക് ജനൽ വഴി പുറത്തേക്ക് എത്തി നോക്കുകയാണ്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അത് റോബോട്ടിക്കാണ് എന്ന്. എന്നിട്ട് ടോമിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എന്നെ വെടിവെച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഓടാൻ കഴിയാത്തത്, നീ എന്നെ സഹായിക്കണമെന്ന്. അപ്പോൾ ടോം അവനെ സഹായിക്കാൻ സമ്മതിക്കുകയാണ്. ഇപ്പോൾ റോബോട്ടിക്കിന് സോണിക്കിൻ്റെ കാൽപാതൊക്കെ കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് ടോം സോണിക്കിനെ വീടിൻ്റെ മുകളിൽ കയറ്റി ഒളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ടോം താഴേക്ക് വരുന്നത്. എന്നിട്ട് റോബോട്ടിക്കുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കയറി പരിശോധിക്കട്ടെ എന്നൊക്കെ റോബോട്ടിക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും ടോം അതിന് സമ്മതിക്കുന്നില്ല. ടോം സമ്മതിക്കാത്തത് കാണുമ്പോൾ റോബോട്ടിക്ക് അവൻ്റെ റോബോട്ടിനെ സോണിക്കിനെ തപ്പാൻ വേണ്ടിയിട്ട് ടോമിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിടുകയാണ്. ഈ സമയത്ത് ആ റോബോട്ടുകൾ ടോമിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അതുപോലെ തന്നെ സോണിക്ക് ഇരിക്കുന്ന ഭാഗത്തേക്കും വരുന്നുണ്ട്. സോണിക്ക് ആ റോബോട്ട് വരുമ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പിലായി എന്നിട്ട് താഴത്തേക്ക് ഉരുണ്ട് വീഴുകയാണ്. അപ്പോൾ നിക്ക് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ വേഗം ടോമിനെ തള്ളി മാറ്റി വീട്ടിൻ്റെ ഉള്ളിൽ കയറുകയാണ്. എന്നിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു മരപ്പട്ടി ഇരുന്ന് കേൾക്കുന്നതാണ് കാണുന്നത്. ഈ സമയത്ത് ടോം നിക്കിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് മരപ്പട്ടി നിന്ന് കേക്കിൻ്റെ ബാക്കി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം നിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നേരത്തെ സോണിക്കിൻ്റെ ഒരു മുള്ള് കയ്യൊക്കെ ഇട്ടുണ്ട്. അങ്ങനെ നിക്ക് ഇപ്പോൾ ടോമിനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് നീ ഒളിപ്പിച്ചതിനെ പുറത്തേക്ക് വിടാൻ പറയുന്നുണ്ട് നിക്ക്. അപ്പോൾ ടോം പറയുകയാണ്, ഞാനൊരു പോലീസുകാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഗൺ പോയിന്റിൽ നിർത്തിയത് കണ്ടപ്പോൾ സോണിക്ക് വേഗം ഓടി വന്ന് ഇങ്ങനെ തടുത്ത് നിർത്തുന്നുണ്ട്. ഈ സമയത്ത് നിക്ക് സോണിക്കിനെ കണ്ടിട്ട് പേടിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ടോം നിക്കിനെ അടിച്ചിട്ട് താഴെ വീഴ്ത്തുകയാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ റോബോട്ടിനെ പരാജയപ്പെടുത്തുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കാറെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴത്തേനും നിക്കിൻ്റെ ആളായ സ്റ്റോൺ വരികയാണ്. സ്റ്റോൺ വന്നപ്പോൾ കാണുന്നത് നിലത്ത് കിടക്കുന്ന നിക്കിനെയാണ്. എന്നിട്ട് അവനെ പിടിച്ച് എണീപ്പിക്കുകയാണ്. അവിടെ നിന്ന് പോയത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അവനെ കണ്ടോ എന്ന് നിക്ക് തിരിച്ചു ചോദിക്കുകയാണ്. എന്നിട്ട് നീ അവനെ പിടിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. ഇപ്പം കാണിക്കുന്നത് ടോമും സോണിക്കുമ്പാടെ വണ്ടിയിൽ പോണതാണ്. ഞാനൊരു റിങ് വഴിയാണ് ഈ ലോകത്തേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവൻ്റെ ബനിയനിൽ വായിച്ച പേരും ആ പോർട്ടൽ വഴി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയതും എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനി പോവാനുള്ളത് കൂൺ ലോകത്തേക്കാണെന്നും അവനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ ടോമിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ടോം വണ്ടി നിർത്തിയിട്ട് അവൻ്റെ അടുത്ത് വെസ്റ്റ് വഴി പോയ സാൻ ഫ്രാൻസിസ്കോക്ക് എത്താന്നൊക്കെ പറയാണ്. അത് കേട്ടതും അവൻ്റെ സകല സ്പീഡ് എടുത്തിട്ട് അവൻ ഓടുകയാണ്. ഓടിയിട്ട് തിരിച്ച് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഫുള്ള് കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവൻ്റെ തലയിലാണെങ്കിൽ ഒരു മീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സോണിക്ക് ടോമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ കാരണമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്, നീ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കൂൺ ലോകത്തേക്ക് പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോണിക്ക്. ഇത് കേട്ടപ്പോൾ ടോം സോണിക്കിനെ വണ്ടി കയറ്റുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പാടെ സാൻ ഫ്രാൻസിസ്കോക്ക് പോവുകയാണ്. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. ടോം വണ്ടി സൈഡാക്കി പുറത്ത് ഇറങ്ങിയിട്ട് അടുത്തുള്ളൊരു ബൂത്ത് പോവുകയാണ്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് വൈഡിനെ വിളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് സോണിക്കൊരു ബാറ് കാണുന്നത്. അവൻ അങ്ങോട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട്. വൈഡിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് നിക്കാണ് ഫോൺ എടുക്കുന്നത്. എന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവനെതിരെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ടോം ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ടോം ഫുഡ് വാങ്ങിയിട്ട് വണ്ടിക്ക് വന്ന് നോക്കുമ്പോൾ സോണിക്കിനെ വണ്ടിയിൽ കാണാണ്ടാവില്ല. ഇത് കണ്ട സോണിക്ക് പെട്ടെന്ന് ബാറിൽ പോയി നോക്കുകയാണ്. അപ്പോഴേക്കും സോണിക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. നമുക്ക് പോവാമെന്ന് സോണിക്കിൻ്റെ അടുത്ത് ടോം പറഞ്ഞെങ്കിലും അവനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഒരു പെണ്ണ് ഓർഡർ എടുക്കാൻ വേണ്ടി വരുമ്പോൾ സോണിക്ക് ഓരോന്ന് പറയുകയാണ്. ഇത് കണ്ട ടോമിനോട് ആ പെണ്ണ് പറയുകയാണ്, ഇവിടെ കുട്ടികളെ അലോഡല്ല എന്നൊക്കെ. അപ്പോൾ ടോം പറയുകയാണ്, അവന് നല്ല വയസ്സുണ്ട്, അവനൊരു അസുഖം വന്നതാണ് എന്ന്. അങ്ങനെ ആ പെണ്ണ് ഓർഡർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. സോണിക്കിനോട് ടോം ഒരു പേപ്പറിൽ അവൻ്റെ ആഗ്രഹങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും സോണിക്ക് ഒരു ബുക്കും പേനയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി എഴുതുകയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തു തീർക്കാണ്ട്, എന്നാൽ എനിക്ക് ഉടനെ ഇവിടെ നിന്ന് പോവും വേണമെന്നൊക്കെ സോണിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ടോം പറയുകയാണ്, നിൻ്റെ ആഗ്രഹങ്ങൾ സഹായിക്കാനാണ് നിൻ്റെ കൂടെ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സോണിക്കിൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്ന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം അവൻ്റെ ബുക്കിൽ എഴുതിയത് ഓരോന്ന് വെട്ടി തീർക്കുന്നുണ്ട്. അങ്ങനെ അവർ ഡാൻസ് കളിച്ച് സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അവരോടൊരു 3 പേര് വന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട്. എന്നാൽ സോണിക്ക് അവരോട് തട്ടിക്കയറുകയാണ്.
പിന്നെ അടിയാണ് അവിടെ ഫുള്ള് നടക്കുന്നത്. ഇതിനൊരു സോണിക്ക് അവൻ്റെ പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ടോമിനെ രക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ റൂമിലാണ്. ടോം ഇടിയിട്ടിയ ഭാഗത്ത് ഐസക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇതുപോലെ സോണിക്കിൻ്റെ അടുത്തും ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സോണിക്ക് ഉറങ്ങാൻ കിടന്നിക്കുകയാണ്. ഈ സമയത്ത് സോണിക്കിൻ്റെ ബുക്ക് എടുത്തിട്ട് ടോം നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും വെട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വെട്ടിയിട്ടില്ല. അതെന്തായിരുന്നു വെച്ചാൽ അവനൊരു നല്ല ഫ്രണ്ടിനെ വേണമെന്നുണ്ടായിരുന്നു. ഇത് നോക്കി നിൽക്കുമ്പോഴാണ് ടി വിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ടോമിനെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടോം അങ്ങനെ ന്യൂസ് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാവിലെ നിൽക്ക് സോണിക്കും ടോമും അടിയുണ്ടാക്കിയ ബാറിലെത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാണ്. ടോമും സോണിക്കും ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോവുകയാണ്. അപ്പോൾ സോണിക്ക് അവൻ്റെ ആഗ്രഹം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന് സാൻ ഫ്രാൻസിസ്കോയിലെ പോലീസ് ആവണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സോണിക്ക് പറയുകയാണ്, ഗ്രീൻ ഹിൽസ് എന്ന നല്ല സ്ഥലം വിട്ടിട്ട് നീ എന്തിനാണ് അവിടെ പോണത്, അവിടുത്തെ ആൾക്കാർക്ക് നിന്നെ ആവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട് സോണിക്ക്. ഈ സമയത്ത് നിക്കിൻ്റെ ഒരു വണ്ടി വന്ന് അവരെ അറ്റാക്ക് ചെയ്യാണ്. ഒരു ഹുക്ക് പോലത്തെ എന്തോ ഒരു സാധനം വന്നിട്ട് അവരുടെ വണ്ടിയിൽ തറക്കുകയാണ്. ഇതിനെ മാറ്റാൻ ടോം നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ടോം ഇപ്പോൾ വണ്ടി വെട്ടിച്ച് മാറ്റുകയാണ്. സോണിക്ക് അപ്പത്തിനും വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി. ടോം സോണിക്കിനോട് പിടിച്ചു നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ വണ്ടിയുടെ സ്പീഡ് മുഴുവനും എടുത്ത് ആ ഹുക്കിൽ നിന്ന് വിട്ടു പോവുകയാണ്. ആ ഹുക്ക് പോണതിൻ്റെ മോശനിൽ സോണിക്ക് മുന്നിലേക്ക് ആഞ്ഞു പോവുകയാണ്. അങ്ങനെ അവൻ ഉരുണ്ടുപോയത് നിക്കിൻ്റെ വണ്ടിക്കായിരുന്നു. അങ്ങനെ നിക്കിൻ്റെ വണ്ടി നേരെ വീഴുകയാണ്. അങ്ങനെ ആ വണ്ടി അവിടെ തകരുകയാണ്. ടോം സോണിക്കിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് സോണിക്ക് കടന്ന് ഡാൻസ് കളിക്കുകയാണ് ആ വണ്ടി വീണതിൻ്റെ സന്തോഷത്തിൽ. അപ്പോഴേക്കും ആ വണ്ടിയിൽ നിന്നിട്ട് വേറൊരു വണ്ടി വരികയാണ്. ഈ സമയത്ത് ടോം വേഗം വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ്. അപ്പോഴേക്കും സോണിക്ക് വന്ന് വണ്ടിയിൽ കയറുന്നുണ്ട്.